ഹലോ രാധേ രാധേ സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡെയിലി ബ്ലോഗാണ് കേട്ടോ. സംഭവം ഒരു സ്പെഷ്യൽ ബ്ലോഗാണ്. നിങ്ങൾക്ക് കാണിച്ചത് ഇന്നത്തെ എൻ്റെ ദിവസം എങ്ങനെയാണ് പോണത്. ഇന്ന് എനിക്ക് സുഖമില്ല കേട്ടോ. സംഭവം പനിയാണ്. 2-3 ദിവസമായി സംഭവം ഒരു സുഖമില്ലാത്ത പോലെ തോന്നിട്ട്. പക്ഷേ അപ്പോൾ ഇന്ന് രാവിലെ ചെക്ക് ചെയ്തിട്ടോ. അപ്പോൾ എനിക്ക് പനിയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ വന്ന് അപ്പോൾ അവർ പറഞ്ഞ് കാണിക്കാൻ പോവാന്ന്. അപ്പം അങ്ങനെ പോവാട്ടോ. എന്താ മോന് കരയാട്ടോ. പൂച്ചനെ ടച്ച് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ പൂച്ച ആണെങ്കിൽ ഇവിടെയുള്ള പൂച്ച ആണെങ്കിൽ ടച്ച് ചെയ്താൽ മാന്തും. അപ്പോൾ അതുകൊണ്ട് മോനെ ചെറുതായിട്ട് മാന്തിയപ്പോൾ അങ്ങനെ കരയാണ് കേട്ടോ. ഒന്നും പറ്റിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പേടിച്ചിട്ട് കരയാട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോവാണ് പുറത്തേക്ക് കാണിക്കാൻ കേട്ടോ, എന്നെ കാണിക്കാൻ. അപ്പോൾ ഇനി പോയി വന്നിട്ട് കാണാം. അങ്ങനെ പോയി വന്നിട്ടോ. അപ്പോൾ ഇതാ മരുന്ന് കിട്ടി. ഇത് മറ്റേ വിറ്റമിൻ്റെ സിറപ്പാണ്. പിന്നെ ഇതിൽ ടാബ്ലറ്റ്സ് ആണ് കേട്ടോ. ടാബ്ലറ്റ്സ് ഹിന്ദിയിലാട്ടോ. റാപ്പേഴ്സിലൊക്കെ ഇതാ ഹിന്ദി കാണും നിങ്ങൾക്ക്. ഏക് സുബ ഷാം എന്നാട്ടോ ഇത്. ഓരോന്ന് രാവിലെയും രാത്രി. जंप करके दिखाओ. ഓ വാവ്. ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡാണ് ചെയ്യുന്നത്. കൂടുതൽ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. പക്ഷേ ഇന്നത്തെ എല്ലാ പണി ഹസ്ബൻഡാട്ടോ ചെയ്യണേ. മുളക് ഫ്രൈ ചെയ്യാട്ടോ. ഹസ്ബൻഡിനാണെങ്കിൽ എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാധാരണ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ പച്ചമുളക് കടിച്ചിട്ട് ആ ചോറ് കൂടെ കഴിക്കുക. പക്ഷേ അങ്ങനെയും കഴിക്കും. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ മുളക് ഫ്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ എന്നിട്ട് കഴിക്കും. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുളക് ഫ്രൈ ആവാനായിട്ടോ. वो नहीं पा रही. हम बना देते ना, तो बता दो कैसे बनाया जाता, हम बना दे. आटा मार के हम बना दे. അങ്ങനെ ഉച്ചയായിട്ടോ. സംഭവം രാവിലെ മുതൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒക്കെ ഹസ്ബൻഡാണ് ചെയ്തത്. എന്താ ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്. ഒക്കെ ഹസ്ബൻഡാട്ടോ ഉണ്ടാക്കിയത്. എന്താ ഇത് പരിപ്പാണ് കേട്ടോ. ഇതിൽ ചെറുപയർ പരിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ചെറുപയർ പരിപ്പ്, സാമ്പാർ പരിപ്പ്, പിന്നെ മസൂർ പരിപ്പ്, പിന്നെ ഇതാ ക്യാബേജ് ഉപ്പേരി, പിന്നെ മുളക് ഫ്രൈ ചെയ്തത്, പിന്നെ ഇത് ഇന്നലത്തെ കറിയാണ് കേട്ടോ. ഇത് इसको क्या बोलते हैं? ഇതിന് ഇവിടെ പറൂറേ എന്നാട്ടോ പറയാ. പറൂറേ. ഇതിൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ഇതിൻ്റെ സംഭവം കറി ഉണ്ടാക്കുന്ന മുമ്പേ ഇനി ഇത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. പിന്നെ ഇതാ സാലഡ് കേട്ടോ. പിന്നെ ചോറ്, ചപ്പാത്തി പ്ലസ് പൊറോട്ട. പിന്നെ ഇതാ ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെ ക്ലീനൊക്കെ ചെയ്ത് തന്നിട്ടോ. ഒക്കെ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തണേ. മുളക് പിന്നെ ഇനി ചെയ്യും. ചോറ് കുറച്ച് വറ്റിപ്പോയിട്ടോ.
വെള്ളം കൂടിപ്പോയി ചോറിൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. ചോറ്, പരിപ്പ്, ചപ്പാത്തി, ഉപ്പേരി, പിന്നെ രാത്രിത്തെ കറി പറൂറേ കറി, പിന്നെ മുളക് ഫ്രൈ ചെയ്തത്, സാലഡ്, ഇതൊക്കെയാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നോളൂ, എല്ലാവർക്കും സ്വാഗതം. അവന് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഹസ്ബൻഡ് ഉണ്ടാക്കിയതാട്ടോ. ടേസ്റ്റ് സൂപ്പർ. ഓരാണെങ്കിൽ ഡിഷസ് ഒക്കെ ആണെങ്കിൽ അടിപൊളി ഉണ്ടാക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മോള് ഫുഡ് കഴിച്ചിട്ടോ. മോനും ഉറങ്ങാണ്. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ശരിക്കും രസമുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈവനിങ് ആയിട്ടോ, 5 മണിയായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പുറത്ത് പോവുക, കുറച്ച് കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന വില്ലേജ് ഇവിടെ നിന്ന് തന്നെ കുറച്ചൊരു ദൂരം വരെയൊക്കെ പോവുള്ളൂ. കുറച്ചൊരു ഏതെങ്കിലും ഒരു നാടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോണേ. കുറേ ദിവസമായി പുറത്ത് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് പോവാന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം ഇവിടുത്തെ വില്ലേജൊക്കെ എങ്ങനെയാണ് കേട്ടോ. ഞങ്ങളൊക്കെ മാറ്റിയിട്ടോ. എന്താ ഞാൻ പറയുന്നത് കേട്ട് മോൾ അതേമാതിരി പറയാട്ടോ. പിന്നെ ഓക്കെ. പിന്നെ എന്താ ഇതാ പോലെ സുഖല്ലേ? ചായ കുടിച്ചോ? ലവ് യു ഫ്രണ്ട്സ്. എന്റെ പേര് ടോലി. ടോലി ആണ് കേട്ടോ പേര്. പക്ഷെ ടോന്നാട്ടോ വിളിക്കുക. റിയൽ നെയിം ആന്യ എന്നാട്ടോ. പക്ഷെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് ബിട്ടോ. അങ്ങനെ ഇനി ഞങ്ങൾ പോവാൻ നിൽക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഹസ്ബൻഡ് വരാൻ കാത്തിരിക്കേനി. ഹസ്ബൻഡ് വന്ന് അപ്പോൾ ഇനി ഇറങ്ങാൻ നിൽക്കാട്ടോ. ഇത് ഞങ്ങളെ വീടിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ സ്പേസ് ഇല്ല തീരെ വീടുകളിലൊക്കെ. എന്താട്ടോ ഞങ്ങള് ഇവിടുത്തെ വീടൊക്കെ എങ്ങനെയാട്ടോ, സ്പേസ് ഉണ്ടാവൂല. സംഭവം നമ്മൾ എന്തെങ്കിലും ഗാർഡനിങ് ഒക്കെ ചെയ്യാം, അങ്ങനെ ഒന്നും സ്പേസ് ഉണ്ടാവില്ല കേട്ടോ. ഇതവിടെ ചെറിയ ചെറിയ കടകളൊക്കെ കേട്ടോ. ഇങ്ങനെയാണ്. ഇവിടെ ആണെങ്കിൽ കൂടുതൽ ഇതേപോലെ ഷെഡായിട്ട് ഉണ്ടാവുക. ഇതാ ഷെഡൊക്കെ കെട്ടിയിട്ടാണ് ഉണ്ടാവുക. ആട്, ഇവിടെ വേറൊരു ഷെഡ്. ഇവിടെ ആണെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ വെറ്റിലൻ്റെ കച്ചവടം കൂടുതലാട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കടകളിലും വലിയ വലിയ കടകളിലൊക്കെ ആണെങ്കിൽ വെറ്റിലൻ്റെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതൊക്കെ വെറ്റിലാണേ.
ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് വെക്കും കേട്ടോ. പിന്നെ വെറ്റിലിന്റെ മസാല കേട്ടോ ഇതിലാണേ. വെറ്റിലിന്റെ മസാല കേട്ടോ ഇത്. മസാല കേട്ടോ ഇതിന്റെ. എന്താ പറയാ, പെറും ജീരകം, വെറ്റില, സോറി അടക്ക, പിന്നെ എന്താ അതിന് പറയാ, ചൂന, ഹിന്ദിയില് ചൂന കേട്ടോ. सादा में इतनी सारी चीजें आती है। अच्छा अच्छा ഇത് സാധാ വെറ്റിലാണ് കേട്ടോ. സാധാ എന്ന് പറയുമ്പോ ഇത്ര സാധനം ഇതിൽ ആഡ് ചെയ്തത് ഇതത്തേത് ആ കാല. രണ്ട് വെറ്റിലാട്ടോ വാങ്ങിയത്. അപ്പൊ രണ്ട് വെറ്റിലേക്ക് 40 രൂപ, സോറി 2 വെറ്റിലാട്ടോ വാങ്ങിയത് 20 രൂപ കേട്ടോ. ഒന്നിന് 10 രൂപ. ഫീഡ്ബാക്ക് എന്തായാലും തരണം കേട്ടോ. വ്യൂ ഇതൊക്കെ കൃഷിസ്ഥലമാണ്. ഇതിന് എന്താ മലയാളത്തില് ഇത് ആട് കേട്ടോ. പിന്നെ മറ്റത് അതിനെന്താ മലയാളത്തിൽ പറയാ, കമൻറ്റ് ചെയ്യണേ നിങ്ങൾ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവർ ഡെയിലി ഈവനിങ് ടൈമിൽ ഇങ്ങനെ വരും കേട്ടോ, ആടിനൊക്കെ പുല്ല് തീറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടോലി നല്ല ഭംഗിയുണ്ട് കേട്ടോ. ठीक है। हम कौन हमारे घर आते हैं, हम रोज आ रहे आवे हैं शाम नु ना मिलवे ना। അപ്പോൾ ഇവരാണെങ്കിൽ എന്താ പറയുക, ഷിപ്സിനെ ഇങ്ങനെ മുടി കളയുമ്പോൾ അപ്പോൾ ഒരു പറയാന്ന് അന്നേരം അഥവാ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇതിന് മുടിയൊക്കെ കളയുക. ഇത് ഒരു ഏരിയ ആണ് കേട്ടോ, ഒരു നാടാണേ. അവിടുത്തെ വീട് കേട്ടോ. ഇതിൽ തൽക്കാലം ആരും നിൽക്കില്ല എന്നാ തോന്നുന്നത്. गाना आ जाएगा उसमें। ഇവിടുത്തെ വീട് കേട്ടോ. ഇത് पढ़ रहे यार। आओ चलो। तुम लोग दिक्कत बहुत होती होगी। बाबा नहीं पाते नहीं, विकलांग है। अच्छा पापा बाहर कमाने जाते हैं, थोड़ा बहुत कमाते हैं।
ഇതിന്റെ പേര് ബബീന എന്നാട്ടോ. ബബീനയിൽ ഒരു ഗ്രാമമാണ്. ഇവിടെ ഏകദേശം ഇതേപോലത്തെ വീടുകൾ തന്നെ കേട്ടോ. അപ്പോൾ ഭയങ്കര പാവപ്പെട്ടവരൊക്കെ കേട്ടോ ഈ ഏരിയയിൽ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഈ കുട്ടി ഇവരെ സിറ്റുവേഷൻ ഇങ്ങനെ പറഞ്ഞുതരാണ്. അപ്പോൾ ഇതര से पानी जाता है ना पूरा भर जाता है ना. ഇത് കാണുന്ന ഈ പുഴയില്ലേ, മഴ പെയ്യാണെങ്കിൽ മുട്ടുകാല് വരെ വെള്ളം നിറയും എന്നൊക്കെ പറയുന്നു കേട്ടോ. ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഉണങ്ങി കിടക്കാണ്. അപ്പോൾ കുറച്ചൊക്കെ ഭംഗിയുണ്ട്. ഇവിടെ കേട്ടോ ഇങ്ങനെയാണ്. ഇതാ വെള്ളം മഴ പെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടായത്. ഇതാ നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. ഇവിടെ കഴിക്കുക കേട്ടോ, നല്ല രസമുണ്ടേ. പഠിക്ക कितने में पढ़ती है तुम? 7 में, 7ാം ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത്. ये पढ़ती है, ये कितने में पढ़ती है? 1 में, 1ാം ക്ലാസ്സിലാട്ടോ ഈ മോള്. अजय तो अभी जाती नहीं होगी है ना. अच्छा, ഇതാ ബുക്സ് ഒക്കെ കേട്ടോ. ഇവിടുത്തെ ബുക്സ് ഒക്കെ എങ്ങനെയാണേ? ഇത് ഗവൺമെന്റ് സ്കൂളത്തെ ബുക്സ് ആണ് കേട്ടോ. हमारी प्रधान कॉलोनी कार्ड देता है। अच्छा, कॉलोनी पास हो गई? नहीं हो गई थी, प्रधान नहीं कटवा नंबर लिख दो कॉपी में। हाँ, ये ये ठीक है. सांप आप यहाँ घुस भी जाते हैं। तीनों बेटी है, अकेले ही है? अच्छा, बड़े आप दाई बाबा है ना. അവരെ അച്ഛനും അച്ഛമ്മയാണ് കേട്ടോ അവര്. പിന്നെ ഈ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ ഇവർ. 3 ആളാണ് കേട്ടോ. അല്ല 4 മക്കളാണ്. 3 പെൺകുട്ടികൾ പിന്നെ ഒരു ആൺകുട്ടി. हाँ, तो पूरी कमरों के अंदर चला जाता है, बस वही है एक कमरा, उसी में सब बैठते होंगे ना. ओली सोली गलती किसी दिन ठीक है. टूट जाएंगे। ഇവിടെ ഇതാ വെള്ളം മഴ പെയ്യുകയാണെങ്കിൽ കേട്ടോ ഇതാ ഇവിടെ ഒന്നായിട്ട് വെള്ളം നിറയും. ഇതുവരെ മുട്ടുകാല് വരെ വെള്ളം നിറയും കേട്ടോ. അപ്പോൾ ഓരെല്ലാവരും കൂടി ആ റൂമിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാവരും ആ റൂമിലാണ് കിടക്കുക. എല്ലാവരും കേട്ടോ, മോനും അച്ഛനും അമ്മയും എല്ലാവരും ഒരേ റൂമിലാണ് കിടക്കുക ഇരിക്കുക ഒക്കെ ചെയ്യുക കേട്ടോ മഴ ഉള്ള സമയത്തൊക്കെ. പിന്നെ ഇവിടെ ഇതാ വിറകുകളൊക്കെ നനഞ്ഞാകെ. आपके वो जलावन भी पूरे गीले हो गए हैं. പിന്നെ ഇവിടെ ആട്ടോ അടുപ്പാണ്. ഇവിടെ ആട്ടോ ഫുഡ് ഉണ്ടാക്കുക. बहुत पुरानी है, देखो 10 सांप जाना तो हम बता देंगे, ठीक है. ഇവിടെ അടുപ്പിലാട്ടോ ഫുഡ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് കാണാൻ വരെ സിറ്റുവേഷൻ കാണാം കേട്ടോ. ഇവരാണെങ്കിൽ നല്ല പാവപ്പെട്ട കേട്ടോ. ഇങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ കൂടുതൽ അവോയ്ഡാണ് ചെയ്യുക. അപ്പോൾ അതാ ഇവരെ കാര്യങ്ങളാണെങ്കിൽ ഇവരാണെങ്കിൽ ഒരുപാട് ഗവൺമെൻറ് സ്കീംസൊക്കെ അപ്ലൈ ചെയ്യലുണ്ട്, പക്ഷേ ഒന്നും സക്സസ് ആവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഓരൊക്കെ ഇതേമാതിരിയാണ് കിടക്കുന്നത്. ഇതൊക്കെ എത്രയോ ഇവരെ മോനെ ഈ അമ്മേൻ്റെ മോനെ സംഭവം കല്യാണം കഴിയുന്ന മുൻപേ ഉണ്ടാക്കിയ റൂമുകളാട്ടോ. അതിൻ്റെ ശേഷം ഇതൊക്കെ അതേപോലെ തന്നെയാണ്, ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല ഉണ്ടാക്കാൻ. പിന്നെ ഇവിടെ ഇതാ വേറൊരു റൂമ്. ഇതൊക്കെ പണ്ടേ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഒന്നും അവർക്ക് ഉണ്ടാക്കാനൊന്നും പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് കാണാട്ടോ സിറ്റുവേഷന് എങ്ങനെയാണ്. यहाँ पे इनसे पानी भी भर जाता है। तो आपकी लाइट भी नहीं है क्या? लाइट है, അപ്പോൾ ഇങ്ങനെ കേട്ടോ ഇവിടുത്തെ കണ്ടീഷനൊക്കെ. ഇപ്പോഴും ഉണ്ട് സംഭവം നന്നാവാൻ കേട്ടോ. ഒരുപാടുണ്ട് ഇപ്പോഴും നന്നാവാൻ. ഇതാ ഇവിടുത്തെ കണ്ടീഷൻ ഇങ്ങനെയാണ്. ये है, देखो ये वहाँ देख लो, वहाँ क्या? पानी भर जाता है। अच्छा, ये पानी है, ये खड्डा, यहाँ तक पानी भर जाता है। उसी के ऊपर बाबा लेटे रहते हैं। कहीं यहाँ से खटोली में सांप आप चढ़ जाते हैं। बता. ये ऐसे हैं छप्पर, बताओ। अरे यार कीड़े मकोड़े तो बहुत आते होंगे. ये अंदर अभी अभी भी पानी भरा है, बताओ। कहाँ पे? ये हाँ, ഇതാ ബാക്കിൽ ഇതാ ഇപ്പോഴും ഉണ്ട് കേട്ടോ. വെള്ളമൊന്നും പോയിട്ടില്ല, നിറഞ്ഞിരിക്കുകയാണ്.
सीढ़ जाती बेटा कमरा हम्म उन्हें पाँव पचर पचर के सांझ ഇവിടെ ഇതാട്ടോ ഇവിടെ കുൾമുറി ആട്ടോ ഇതാട്ടോ കുൾമുറി ഇനിയിപ്പോൾ ഇത് നിർബന്ധമാണല്ലോ എന്തായാലും ഉണ്ടാക്കിയേ പറ്റും കാരണം ഇപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ ചേഞ്ചസ് ആയി വരുന്നുണ്ട് മരുമക്കളൊക്കെ ആണെങ്കിൽ പുറത്ത് വിടൂല അപ്പോൾ ഇത് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്ഷൻ ഉണ്ട് ഇതാ ബാത്റൂം ഉണ്ട് പിന്നെ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇനി ഞങ്ങൾ പോവാൻ നിൽക്കാം കേട്ടോ അപ്പോൾ ഇനി ഓരെ കണ്ട് ഭയങ്കര സങ്കടം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യണം കൂടുതൽ ഷെയർ ചെയ്യണം കേട്ടോ ടീക്ക് ഇവിടെ ഇതാ ഇവിടെ ആണെങ്കിൽ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ വെള്ളം പാസ്സാവാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ ഒന്നായിട്ട് ഇതാ ഓരോ വീട്ടിൽ നന്നായിട്ട് മുട്ടുംകാല് വരെയൊക്കെ വെള്ളം നിറയും അപ്പോൾ ഒരു കംപ്ലൈൻ്റ് ഒക്കെ കുറേ ചെയ്തിട്ടുണ്ട് പക്ഷേ പാസ്സാവില്ല ഇതൊക്കെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെയ്ത് നോക്കും കേട്ടോ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്യണം എന്നിട്ട് ഇവിടെയൊക്കെ കുറച്ച് ശരിയാക്കിക്കണം കേട്ടോ പശുക്കളാണ് ഇവിടെ हमारे पैदा किए टट्टू सब घोड़े बन गए घरों को पक्का बनवा देंगे जमा देंगे सब जाते में कट्टे मिलते हैं काफी ഇവിടെ കഥ വേസ്റ്റ് ഒക്കെ കാണട്ടെ നിങ്ങൾക്ക് अल्ले देखो टोली चलो कुछ है नहीं खाने के लिए यार कुछ है ही नहीं सब खा डाला इन लोगों ने दाल मोटे दे दादा ഇവിടെ കുറേ പോത്തുകളുണ്ട് കേട്ടോ कुछ नहीं करेंगे ഇതാ ഇവിടെ പോത്ത് ഇങ്ങനെ പാലെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം मैंने दो हैं हाँ जाने का सानी लगा रहे थे तो गैया धीरे धीरे चलना यार ഇരുടാവാനായിട്ടോ ഇതാ ഞങ്ങളാകെ 2 സ്ഥലത്ത് വിസിറ്റ് ചെയ്തിട്ടുള്ളൂ 2 വീട്ടിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കും കേട്ടോ ഫ്രീ ഉള്ളവരൊക്കെ ആണെങ്കിൽ പണിയൊന്നും ഇല്ലാത്തവർ ഇതേപോലെ റോഡ് സൈഡിൽ ഇരിക്കും കേട്ടോ ഇങ്ങനെ അത് ഭയങ്കര ഫ്രീ ഉള്ള ആളാണ് കേട്ടോ ആ ഇതാട്ടോ ബ്ലൂ പെയിന്റ് അടിച്ചത് ഇത് നോർമൽ ആട്ടോ ഏകദേശം വീട്ടിലൊക്കെ ബ്ലൂ പെയിന്റ് ഇതാ അമ്മായിയമ്മയാണ് കേട്ടോ ആരതോ അമ്മായിയമ്മയാണേ दे रहे टोली दे रहे देख कितना सुंदर लगेगा നല്ല രസം ഉണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ ഇരിക്കാൻ ഇവിടെ പശുവിനുള്ള പുല്ലൊക്കെ വെക്കുന്ന റൂമാട്ടോ പശു പോത്തിനൊക്കെ ആടിനൊക്കെ വേണ്ടിയിട്ട് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ സ്പെഷ്യലി പോത്തിനും പശുവിനും വേണ്ടിയിട്ട് പുല്ലൊക്കെ വെക്കാൻ ഇതേപോലെ റൂമൊക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ പോത്തിനൊക്കെ പുല്ല് കൊണ്ടുപോവാണേ
മൈക്ക് ഡിസ്കണക്ട് ചെയ്യുന്നു കേട്ടോ. ഇപ്പോൾ വോയിസ് ആഡ് ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. മോനും ഉറങ്ങിട്ടോ. ഇനി ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോവാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് വീഡിയോ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഫോണിൽ തീരെ ചാർജ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫുഡൊക്കെ ഫ്രിഡ്ജിലിട്ട് വെക്കുക. നല്ല ചൂടാണ്, അപ്പോൾ പുറത്ത് വെച്ചാൽ വേഗം കേട് വരും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഫുഡൊക്കെ. അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം.